Good morning, dears. Welcome back to another lecture of Engineering Mechanics. Here we are discussing part 3 of Module 5. In this part 3, we are discussing about plane motion of a rigid body. നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചാമത്തെ മൊഡ്യൂള് ഡൈനാമിക്സിൻ്റെ ഒരു പാർട്ടാണ്. ഡൈനാമിക്സിൽ തന്നെ റെക്റ്റിലീനിയർ മോഷൻ, കർവ് ലീനിയർ മോഷൻ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്സ് നമ്മൾ മൊഡ്യൂൾ 4 കവർ ചെയ്തു. മൊഡ്യൂൾ 5 ആയിരുന്നു പിന്നെ പഠിച്ചിരുന്നത്. ഇതിൽ ആദ്യത്തെ രണ്ട് വീഡിയോ കവർ ചെയ്തത് റൊട്ടേഷനിലെ ബേസ് ചെയ്തിട്ടായിരുന്നു. കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ മോഷൻ ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് 2 parts of module 5. Okay, in this part 3 we are discussing about plane motion of a rigid body, which means combined motion of translation and rotation. The instantaneous center method is a method to solve the problems related to the combined motion of translation and rotation. Okay, സാധാരണ അതായത് 2019 സിലബസ് അല്ല, KTUവിൻ്റെ ഫസ്റ്റ് സിലബസിലെ ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ തിയറി 95% ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള സ്ഥിരം സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അതിൻ്റെ തിയറി ഇത്തവണയും 3 മാർക്കിനാണെങ്കിലും തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. As we all discussed, general plane motion, any plane motion which is neither a translation nor a rotation is referred as general plane motion. അതിനെ നമുക്ക് റൊട്ടേഷൻ എന്നോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെയിറ്റ് ലൈനിന് മൂവ് ചെയ്യാമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ റൊട്ടേഷൻ ആണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ ഒരു എക്സാമ്പിൾ എന്താ, ഏതെങ്കിലും ഒരു നമ്മൾ നടന്നു പോകുന്നു, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നു, ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ മോഷൻ. നമ്മൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതിനെയാണ് നമ്മൾ എന്തു പറയുക, റൊട്ടേഷൻ. ഒരു പമ്പരം കറങ്ങുന്നത് എന്താ, റൊട്ടേഷനാണ്. ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ടയർ ഉണ്ടല്ലോ, വീല്, ഒരു കാറിൻ്റെ വീലിൻ്റെ മോഷൻ എങ്ങനെ വരിക, കാറിങ്ങനെ സ്വന്തം കറങ്ങുകയും ചെയ്യും, കൂട്ടത്തിൽ എന്താവുകയും ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. വേറൊരു എക്സാമ്പിൾ നമ്മൾ എർത്തിൻ്റെ റൊട്ടേഷൻ. എർത്ത് എന്ന് പറയുന്നത് സ്വന്തം ആക്സിസിൽ കറങ്ങുകയും ചെയ്യും, അത് സൂര്യന് ചുറ്റും വലയം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട് വേറെ. നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തിമാൻ അറിയോ? ശക്തിമാൻ കണ്ടിട്ടില്ലേ? എങ്ങനെ ശക്തിമാൻ മൂവ് ചെയ്യലേ? ശക്തിമാൻ സ്വന്തം കറങ്ങുകയും ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. Some of this example, the first example shows the movement of a wheel. The wheel moved from the dotted line to this point. This will called a general plane motion. In this there is a translation motion and also there is a rotational motion in this body. Okay, the movement of a ball അല്ലെങ്കിൽ wheel, it's a combination of translation motion and rotational motion. There is another example for general plane motion. General plane motion is a combination of translation and rotational motion. ഇതൊരു റോഡാണ്, AB എന്ന് പറഞ്ഞിട്ടൊരു റോഡാണ്. ഈ റോഡിലെ ഈ എൻഡ് ഏകദേശം, അതായത് നമ്മൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു ആർക്ക് രൂപത്തിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു AB എന്ന് പറഞ്ഞ ആക്സിസിനെ ഈ ഒരു പൊസിഷൻക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ പോയിൻറ്റിനും ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിരിക്കും ആ ബോഡിക്ക് നടക്കുക. കർവ് ലീനിയർ അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്
ബോഡിയിലുള്ള ഓരോ പോയിന്റിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, ലെങ്ത് കുറഞ്ഞു വരും. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാൻസ്ലേഷൻ, അതായത് ബോഡിക്ക് ഉണ്ടാവുന്ന എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പൊസിഷനും സെയിം ആണ്. ആൻഡ് ദിസ് പോർഷൻ ഈസ് റൊട്ടേഷൻ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കാൾഡ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. Hope you got it. Hope you see the figure correctly. If you are asked to write a small description about general plane motion, you should also include the examples with figures. You can also write this road example, or you can also draw this circular example or wheel example. It's another example, you can see it. Next we are going to the main topic, instantaneous center of rotation. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാലോ 95% ചാൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ചോദിക്കാൻ. ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണ് ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ തിയറിയാണ്. ജനറൽ പ്ലെയിൻ മോഷൻ പറഞ്ഞല്ലോ, അതായത് ഒരു ബോഡിക്ക് കമ്പൈൻഡ് ആയിട്ട് റൊട്ടേഷനും പ്ലസ് ട്രാൻസ്ലേഷനുള്ള ബോഡി. എക്സാമ്പിൾ ഒരു വീലിനെ കുറിച്ച് ആലോചിക്കാം. റൊട്ടേഷനും ട്രാൻസ്ലേഷനും ഉള്ളൊരു ബോഡീൻ്റെ സ്റ്റഡീസിന് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആണല്ലോ, അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു ബോഡിക്ക് ആ പോയിന്റിൽ പ്യുവർ രണ്ടു ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഉള്ള ഒരു ബോഡിക്ക് ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു പോയിന്റിൽ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അതിന് ഫീൽ ചെയ്യും. ഈ പോയിന്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉള്ളൊരു ബോഡിക്ക് ഒരു ഇൻസ്റ്റൻറ്റിൽ പ്യുവർ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഫീൽ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. വി ക്യാൻ റീഡ് ദ ഡെഫിനിഷൻ. The motion of rotation, in the motion of rotation and translation of a body at a given instant can be considered as a pure rotation of the body about a point. Can be considered as a pure rotation. അവിടെ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന പോയിന്റ്. ഇപ്പോൾ ഒരു വീല് കറങ്ങിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻസ്റ്റൻറ്റിൽ ഒരു പോയിന്റ് ഉണ്ടാവും. അവിടെ എന്ത് മാത്രമേ അതിന് ഫീൽ ചെയ്യുള്ളൂ? റൊട്ടേഷൻ. This point about which the body can be assumed to be rotating at the given instant is called the instantaneous center of rotation, also known as instantaneous center of zero velocity. എങ്ങനെയായിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് സീറോ വെലോസിറ്റി എന്ന് ഇതിന് പേര് വന്നിട്ടുണ്ടാവുക? റൊട്ടേഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട് അല്ലേ? റൊട്ടേഷന് മാത്രമേ വാല്യൂ ഉള്ളൂ, ട്രാൻസ്ലേഷന് സീറോ ആണ്. അതായത് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്ന വീൻ്റെ വാല്യൂ എന്താ? സീറോ ആണ്. ഇതിന് ആംഗുലാർ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് സീറോ വെലോസിറ്റി. ട്രാൻസ്ലേഷൻ സീറോ ആയതുകൊണ്ട് ദർ ഇസ് നോ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എഴുതണം, നിർബന്ധമാണ്. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് ദാറ്റ് ഓഫ് പ്യുവർ റൊട്ടേഷൻ. അടുത്തത് 5 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനിഷന് ഫസ്റ്റ് പോയിൻ്റ് എഴുതാം. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദാറ്റ് ഓഫ് പ്യുവർ റൊട്ടേഷൻ എന്ന് എഴുതാം. എന്നിട്ട് രണ്ടാമത്തെ ഫസ്റ്റ് ഒരു പോയിൻ്റ്, 1 മാർക്ക് കിട്ടുന്ന ഒരു പോയിൻ്റ് എഴുതാം. പിന്നെ എഴുതേണ്ടത് നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. 3 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ ഈ പ്രോപ്പർട്ടി എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, 2 പ്രോപ്പർട്ടീസും പറയുന്നത് വെലോസിറ്റിനെ കുറിച്ചാണ്. അതായത് ഒരു വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീലിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉള്ള ഒരു ബോഡീൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെ കുറിച്ച് പറയുന്ന പ്രോപ്പർട്ടീസാണ്. ഒന്ന് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് ഒരു പ്രോപ്പർട്ടി പറയുന്നതെങ്കിൽ മറ്റേത് വെലോസിറ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. 2 പ്രോപ്പർട്ടീസും വെലോസിറ്റിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇത് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സിൻസ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി വി നീഡ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഡയറക്ഷൻ ഓൾസോ. സെക്കൻഡ് പോയിൻ്റ്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി.
എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ബോഡി ഇസ് പ്രൊപ്പോർഷണൽ to its distance from the instantaneous center and is equal to the angular velocity times the distance. മനസ്സിലായോ? ശ്രദ്ധിക്കുക. is proportional to its distance from the instantaneous center and is equal to the angular velocity times the distance. ഒന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് കൂടെ നമ്മളെ ഒരു വീല് മൂവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യാം. ഈ വീലും നമ്മളെ സർഫസും കോണ്ടാക്ട് ചെയ്യുന്ന പോയിൻ്റ് ആണ് സാധാരണ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആവൽ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കണം ഈ ഒരു പോയിന്റിലുള്ള വെലോസിറ്റി. എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചു. എ എന്ന് പറഞ്ഞ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇതാണ് ഐ. എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലുണ്ടാവുന്ന വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് is directly proportional to the distance between instantaneous center and the point. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അതായത് ഈ പോയിന്റിലുണ്ടാവുന്ന വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ. ഐ എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന്, എ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻ്റ് ആണ് ഒമേഗ. ഒമേഗ ഇൻറ്റു ഐ എ. ഓക്കെ, വെലോസിറ്റി അറ്റ് എ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ എ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അറ്റ് ബി എന്താ വരിക? ബി മേ ബി ഇവിടെ ഒരു പോയിൻ്റാണ് ബി എന്ന് വിചാരിക്കുക. വെലോസിറ്റി അറ്റ് ബി എന്ത് വരും? നമുക്ക് അവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാം. വെലോസിറ്റി അറ്റ് ബി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ബി എന്ന് പറഞ്ഞ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഐ ബി. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെ നമുക്ക് ഏത് വേർഡ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. That is, and it is equal to angular velocity times the distance. Angular velocity times എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ ആയിരിക്കും ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷനെങ്കിലും എഴുതി വെക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താ? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇനി വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇനി വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് എനി പോയിൻറ്റ് ഓൺ എ ബോഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദാറ്റ് പോയിൻറ്റ് ആൻഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലൈനിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞല്ലോ മാഗ്നിറ്റ്യൂഡ്. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മൾ വെലോസിറ്റി. ഒന്നല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ, നമ്മൾ സർക്കിൾ ഈ ഒരു ഡയറക്ഷനിലാണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ വെലോസിറ്റി, റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ വെലോസിറ്റി അല്ല നമ്മൾ വീല് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദാറ്റ് പോയിൻറ്റ് ആൻഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും പോയിൻറ്റും തമ്മിൽ വരക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇറ്റ് മേ ബി ഇൻ ദിസ് ഡയറക്ഷൻ ഓർ ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്യുവർ റൊട്ടേഷൻ ആണെന്ന് എഴുതുക, എന്നിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടീസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് there are different cases we need to study. ഓക്കെ, എങ്ങനെയാണ് കേസ് എന്ന് പറയുന്നത്? there are different cases. സാധാരണ ഒരു ബോഡിയിൽ എങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. നോർമൽ ഒരു ബോഡിയിൽ, ഇപ്പോൾ കൺസിഡർ ആൻ ഇറഗുലർ ബോഡി. ദർ ഈസ് എ പോയിൻറ്റ് എ. പോയിൻറ്റ് എൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് വെലോസിറ്റി അറ്റ് എ പോകുന്നത്. ദർ ഈസ് ഓൾസോ എ പോയിൻറ്റ് ബി. The velocity directions are in this direction, velocity of b. അപ്പോൾ
ഒരു ബോഡിയിലുള്ള എല്ലാ പോയിൻറ്റും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് അത് ട്രാൻസ്ലേഷൻ ആവുന്നത്. ഒക്കെ ഒരേ ഡയറക്ഷനിൽ ആർക്കിൽ മൂവ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ലേഷൻ ആവണം, റൊട്ടേഷൻ ആവും. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പല പല പോയിന്റിലുള്ള വെലോസിറ്റികൾ പലതും പല ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയുള്ള എയും ബി എന്ന് പറഞ്ഞ 2 പോയിന്റുകളിലുള്ള വെലോസിറ്റിൻ്റെ ഡയറക്ഷനാണ് മാർക്ക് ചെയ്തത്. ഇങ്ങനൊരു ബോഡിയിലെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ പൊസിഷൻ ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു പോയിൻ്റേ ഉണ്ടാവുള്ളൂ, അടുത്ത ഇൻസ്റ്റൻറ്റിൽ ആ പോയിൻ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ എവിടെയായിരിക്കും ആ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, വിച്ച് മീൻസ് ഏത് പോയിൻ്റിൽ നിന്ന് നോക്കിയാലാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് നമുക്ക് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്, ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തഡാണ് ഫസ്റ്റ് കേസ്. ദാറ്റ് ഈസ് ഫോർ ദാറ്റ് ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ടു ദ വെലോസിറ്റി. ഇപ്പോൾ വി ബി എന്ന് പറഞ്ഞ വെലോസിറ്റിക്ക് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫോർ വി എ. വി എ എന്ന് പറഞ്ഞാൽ അതായത് വെലോസിറ്റി അറ്റ് എക്കും ഞാൻ എന്ത് വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചു. ദിസ് ഈസ് ഓൾസോ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആംഗിൾ. ഈ 2 പെർപെൻഡിക്കുലറും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഡ്രോ പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റീസ്, ദ മീറ്റിംഗ് പോയിൻ്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. നെക്സ്റ്റ് കേസ്, ദാറ്റ് ഈസ് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ്, ഇപ്പോൾ ദർ ഈസ് ആൻ ഇറഗുലർ ബോഡി, there is also a point A, there is also a point B. Assume that velocity at A is in this direction and also velocity at B also in this direction. As we all know, if we want to find out the instantaneous center, we need to draw the perpendiculars, right? I draw the perpendicular line. Draw perpendicular line to the VB and draw perpendicular line to BA. Is there is any point they can meet? No, right? ഇങ്ങനത്തെ കേസിൽ, അതായത് നമ്മളെ വെലോസിറ്റീസ് പാരലൽ ആവുന്ന കേസിൽ, പെർപെൻഡിക്കുലർ വരച്ചാൽ മീറ്റ് ചെയ്യാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ഹെഡിൻ്റെ, വെലോസിറ്റി വെക്ടറിൻ്റെ ടെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. അതായത് ആ വെക്ടറിൻ്റെ ബാക്ക് ഭാഗം ജോയിൻ ചെയ്തൊരു ലൈൻ വരക്കുക, വെലോസിറ്റിൻ്റെ ഹെഡ് ജോയിൻ ചെയ്തൊരു ലൈൻ വരക്കുക, അതായത് ആരോ മാർക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ഇത് വരക്കുക. ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇഫ് ദ വെലോസിറ്റീസ് ആർ പാരലൽ, ഡ്രോ എ ലൈൻ which connecting the tail end of the velocities and head end of the velocities. The meeting point will be known as instantaneous center. In the case 2, there is again another chance that the velocities are in the opposite direction. The velocity VA is in this direction. Assume that VB is in this direction, left direction. What will we do? We need to draw a line which will connect the tail end of the velocities. First we connect the tail end of the velocity. Then we need to draw a line which connect the head end of the velocities. If we draw the head, these 2 lines meet at this point. This point is known as instantaneous center. Okay. അപ്പോൾ 5 മാർക്കിന് നിങ്ങളോട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ തിയറി എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട പോയിൻറ്റ്സ് ആണ്. എത്ര മാർക്കിന് തിയറി എഴുതാൻ ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട പോയിൻ്റാണ്, ഫസ്റ്റ് റൈറ്റ് ദിസ് പോയിൻറ്റ് കംപ്ലീറ്റ്ലി. ദർ ഇസ് നോ നീഡ് ടു റൈറ്റ് ദിസ് പോയിൻറ്റ്. ഇഫ് യു ആർ റൈറ്റിംഗ് ഇറ്റ് വിൽ ബി ഗുഡ്. അറ്റ്ലീസ്റ്റ് you should be more careful to write this point correctly. Okay, especially the pure rotation, the word pure rotation. Okay, next you need to write these 2 examples, 2 properties. Okay, ഈ 2 പ്രോപ്പർട്ടി എഴുതണം നിർബന്ധമാണ്. Then you need to draw this figure and this figure. That is case 1 and 2. 2 തന്നെ different cases. Okay, next we are going to problems. A cylinder of radius
1 meter rolls without slipping along a horizontal plane AB. Its center has a uniform velocity of 20 meter per second. Find the velocities of the point D and E on the circumference of the cylinder. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫിഗർ ഉണ്ട്. ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. 1 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, റേഡിയസ് 1 മീറ്റർ ഉള്ളൊരു സർക്കിൾ. ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, സെൻറ്ററിലുള്ള പോയിൻ്റ്, ഇ എന്ന് പറഞ്ഞ പോയിൻ്റ്, ഡി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞൊരു റോഡ്. ക്ലിയർ അല്ലേ? എ സിലിണ്ടർ ഓഫ് റേഡിയസ് 1 മീറ്റർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എഴുതാം. റേഡിയസ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ. ആസ് വി ഓൾറെഡി നോ, മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 എല്ലാ പ്രോബ്ലംസും മീറ്റർ, സെക്കൻഡ്, ന്യൂട്ടൺ ഇങ്ങനത്തെ ബേസിക് യൂണിറ്റിൽ മാത്രം കൺവേർട്ട് ചെയ്തേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ റേഡിയസ് നോക്കി 1 മീറ്റർ കറക്റ്റ് യൂണിറ്റാണ്. വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ എ ബി. പ്ലെയിൻ എ ബിയിലൂടെ ഒരു 1 മീറ്ററുള്ള റേഡിയസ് റോൾ ചെയ്തിട്ട് സ്ലിപ്പ് ചെയ്യാതെ റോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ്സ് സെൻറ്റർ ഹാസ് എ യൂണിഫോം വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സെൻറ്ററിലുള്ള വെലോസിറ്റി വി സി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. ഫൈൻഡ് ദ വെലോസിറ്റീസ് ഓഫ് ദ പോയിൻറ്റ് ഡി ആൻഡ് ഇ ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സിലിണ്ടർ. ഇതൊക്കെയാണ് കണ്ടീഷനെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഇൻ്റെയും ഡിൻ്റെയും വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു പ്രോബ്ലം തന്നാൽ വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് എല്ലാ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വെറും 2 സ്റ്റെപ്പുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് സെൻറ്റർ ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണെന്നുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ബേസിക് ഇക്വേഷനാണ് വെലോസിറ്റി അറ്റ് സെൻറ്റർ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇവിടെ വെലോസിറ്റി അറ്റ് സെൻറ്റർ 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 ഇസ് ഈക്വൽ ടു റേഡിയസ് 1 ആണെന്നറിയാം, ഒമേഗൻ്റെ വാല്യൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഒമേഗ ഇസ് ഈക്വൽ ടു 20 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കണ്ടുപിടിച്ചു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പോയിൻറ്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഇ എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതി. വെലോസിറ്റി അറ്റ് ഇ ആസ് പെർ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വി നോ ദാറ്റ് വെലോസിറ്റി അറ്റ് എനി പോയിൻ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ഐ തൊട്ട് ഇ വരെയുള്ള ഡിസ്റ്റൻസിന് ഈക്വലാണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി അറ്റ് ഇ കണ്ടുപിടിക്കാൻ ഒമേഗൻ്റെ വാല്യൂ വേണം. ഒമേഗ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഐ തൊട്ട് ഇ വരെയുള്ള ഡിസ്റ്റൻസ് വേണം. അപ്പോൾ നമ്മൾ ഫിഗർ എടുക്കാം. ഫിഗറിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫിഗറിൽ, അതായത് ഒരു റോഡിലൂടെ ഒരു ബോൾ ഉരുണ്ടു പോകുന്ന ഫിഗറിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ വരിക? ബോളും നമ്മളെ സർഫസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓൾവേസ് ഇങ്ങനത്തെ ഒരു എക്സാമ്പിളിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബോളും സർഫസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇ എന്ന് പറഞ്ഞ പോയിൻറ്റിലുള്ള വെലോസിറ്റിയാണ്. ഈ ഒരു ഡിസ്റ്റൻസും ആണ് ഐ ഇ എന്ന് പറയുന്നത്. എത്രയായിരിക്കും? ഇത് റേഡിയസ് 1, ഇത് റേഡിയസ് 1. അപ്പോൾ ടോട്ടൽ എന്ത് കിട്ടി? 1. ദാറ്റ് ഈസ് ഒമേഗൻ്റെ വാല്യൂ 20 ഇൻറ്റു ഐ എന്ന് പറയുന്നത് 2 ആണ്. Therefore velocity at E is equal to 40 meter per second. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി അറ്റ് ഇ കിട്ടി. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് വെലോസിറ്റി അറ്റ് ഡി ആണ്. സിമിലർലി ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെഴുതും? ഒമേഗ ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ആ പോയിൻ്റ് കണ്ടുപിടിക്കേണ്ട പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗൻ്റെ വാല്യൂ വി ഓൾറെഡി ന്യൂ 20 ഇൻറ്റു ഐ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ
കാണാം. ഐ ഡി എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് ഇവിടെ, ഡി എന്ന് പറയുന്നത് ഇവിടെ. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഐ ഡി. എങ്ങനെ ഐ ഡി കണ്ടുപിടിക്കും? ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? നോക്ക്, ഇതൊരു ട്രയാങ്കിളാണ്. ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിൾ ഒരു സൈഡ് 1 ആണ്, ഈ സൈഡ് 1 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? √1² + 1² റൂട്ട്. ഓക്കെ, 20√2 m/s. That is 28.28 m/s. ഓക്കെ, ഈസി അല്ലേ പ്രോബ്ലം ചെയ്യാൻ? 2 സ്റ്റെപ്പുള്ളൂ. ഏത് പോയിൻ്റുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനും ഫസ്റ്റ് വെലോസിറ്റി അറ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക, പിന്നെ കണ്ടുപിടിക്കേണ്ട പോയിൻ്റ് ചെയ്യുക. ഓക്കെ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഒമേഗ ആകുമ്പോൾ radians/second, വെലോസിറ്റി ആകുമ്പോൾ m/s. സെക്കൻഡ് പ്രോബ്ലം, എ കോമ്പൗണ്ട് വീൽ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആസ് ഷോൺ ഇൻ ഫിഗർ. The velocity of the center is 2 m/s. Find the velocities of the point A and B. ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഫിഗർ ചെയ്യാൻ വരക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് വീൽ വിച്ച് മീൻസ് there is 2 circles. One is a small circle and other is a big circle. The center point is C. And this compound wheel is moving based on this smaller circle. This is the surface in which the compound wheel rolls. Okay. The diameter of smaller circle is 0.2 meter. Diameter of this bigger circle is 0.4 meter. We need to find the velocities at this point A and this point B. Okay, it's a compound wheel. The radius of diameter of smaller circle is 0.2 and diameter of the bigger circle is 0.4. We need to find the velocities at A and velocities at B. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. കോമ്പൗണ്ട് വീൽ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദ വെലോസിറ്റീസ് ഓഫ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ തന്നതാണ് സെൻറ്ററിലുള്ള വെലോസിറ്റി 2 m/s. Find the velocities at A and B. Okay, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? We already knew the first step is velocity at center is equal to r omega എന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ്. സെൻറ്ററിലുള്ള വെലോസിറ്റി എത്രയെന്ന് തന്നിട്ടുണ്ട്? സെൻറ്ററിലുള്ള വെലോസിറ്റി 2 m/s ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 m/s is equal to, നമുക്ക് റേഡിയസ് എടുക്കണം. റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ ഫിഗറിൽ നമുക്ക് ചെറിയ ഒരു സർക്കിളിൻ്റെ റേഡിയസും ഡയമീറ്ററും തന്നിട്ടുണ്ട്. വലിയ കോമ്പൗണ്ട് വലിയ വീലിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്ററും തന്നിട്ട് നമ്മൾ ചെറിയ വീലിൻ്റെ എടുക്കുമോ വലിയ വീലിൻ്റെ റേഡിയസ് ആണോ എടുക്കുക? ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇതിന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സർഫസ്, നമ്മൾ ബോഡി മൂവ് ചെയ്യുന്ന സർഫസ് ഏത് സർക്കിളിനായിട്ടാണോ കോണ്ടാക്റ്റ്, ആ കോണ്ടാക്റ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോണ്ടാക്ട് സർഫസ് ബോട്ടത്ത് കൂടിയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടം സർഫസ് കണക്ട് ചെയ്തത് വലിയ സർക്കിളിലല്ലേ, അപ്പോൾ വലിയ സർക്കിളിൻ്റെ എടുക്കണം. ഇവിടെ നമ്മൾ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എടുത്തു. റേഡിയസ് 0.2 ആണോ? അല്ല, അത് ഡയമീറ്റർ ആണ്. അതിൻ്റെ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 0.1 റേഡിയസ് ഇൻറ്റു ഒമേഗ. That is omega is equal to 2 divided by 0.1, which is equal to 20 radians per second. Okay, 20 radians per second. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിക്കണം, വെലോസിറ്റി അറ്റ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെലോസിറ്റി അറ്റ് എ. എയിലുള്ള വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എഴുതി, ഒമേഗ ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്.
വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുന്നത് 20 ഇൻറ്റു ഐ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ്. എവിടെയായിരിക്കും ഇവിടെ ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെയാണ് വരിക? ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സർഫസും സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ഇവിടെയാണ് എന്ത് വരുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഐ വരുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും ബോട്ടത്തിലാവില്ല, നമ്മളെ സർഫസും സർക്കിളും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഐ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും ടോട്ടൽ? ഇത് ഫുള്ളും എത്രയാണ്? 0.4 ആണ്. അതിന് ഈ 0.1 മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും? 0.3. അപ്പോൾ ഐ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് 0.3 which is equal to 6 meter per second. ഓക്കെ, 6 meter per second. എങ്ങനെ 0.3 കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഐൻ്റെ ഡിസ്റ്റൻസ് 0.3. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിള്, ഇതിൻ്റെ ഉള്ളിലൊരു സർക്കിള്, നമുക്ക് വേണ്ടത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് 0.2. സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് വിച്ച് ഇസ് ഈക്വൽ ടു 0.1. അപ്പോൾ ടോട്ടൽ എന്തായി? 0.3. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വി ബി, വെലോസിറ്റി അറ്റ് ബി. വെലോസിറ്റി അറ്റ് ബിൻ്റെ ഇക്വേഷൻ എന്തെഴുതും? കാണാതെ നമുക്ക് എഴുതാം ഒമേഗ ഇൻറ്റു ഐ ബി. ഒമേഗ എന്ന് പറയുന്നത് 20 ആണ്, ഐ ബി എന്ന് പറയുന്നത് എത്രയാണ്? 0.1. എങ്ങനെ കിട്ടുക? വലിയ സർക്കിള് ചെറിയ സർക്കിള്, ഇവിടെയാണ് നമ്മൾ ഐ എന്ന് പറയുന്ന പോയിൻ്റ്, ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ബോട്ടത്തിലാണ്, ഇവിടെയാണ് ബി എന്ന് പറഞ്ഞ പോയിൻ്റ്, ഈ ഡിസ്റ്റൻസ് ആണ് ഐ ബി which is equal to 0.1, that is 2 meter per second. Okay, hope you all clear it. This problem is an example for you. You need to find the example. Okay, that's all for today. You need to do all the problems related to instantaneous center method. You can do more problems in the next videos. Thank you.